എല്ലാവരും ഒരുപോലെ അഭിമാനത്തോടെ ഈ ഒരു നിമിഷത്തെ സ്വീകരിക്കുന്നു എന്ന് കാണുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും വളരെയധികം അഭിമാനകരമായിട്ടുള്ളൊരു നിമിഷം തന്നെയാണ് ഇത്. ഒരു പക്ഷേ അതുവരെ ആ വ്യക്തി എന്താണോ മീൻസ് സമൂഹത്തിന് കൊടുത്തുകൊണ്ടിരുന്ന സന്ദേശം അത് അതോടുകൂടെ പ്പെടും എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കും അവരങ്ങനെ ചെയ്തത്. പക്ഷേ അതുകൊണ്ട് അച്ഛൻ തളർന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസമുള്ള ധൈര്യമുള്ളൊരു വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെൻ്റെ അച്ഛൻ തന്നെയാണ്. കാരണം ഏതൊരു മനുഷ്യനും തളർന്നു പോകാവുന്ന ഒരു സാഹചര്യത്തിൽ അത് ഒട്ടും തളരാതെ ഉയർത്തെഴുന്നേറ്റ് പിടിച്ചു നിന്ന് എന്താണോ താൻ അത്രയും നാൾ കൊണ്ടു നടന്ന ആദർശം അത് തന്നെ ഇനിയും കൊണ്ടുപോകും, അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി എന്താണോ തനിക്ക് ചെയ്യാനുള്ളത് അതിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയില്ലാതെ ഈ ഫിസിക്കലി ഉള്ള ഒരു പ്രശ്നങ്ങളൊന്നും അതൊരു എന്താ പറയുക തൃണവൽഗണിച്ചുകൊണ്ട് തന്നെ പറയാം, അങ്ങനെ കൺസിഡർ ചെയ്തുകൊണ്ട് തുടരും എന്നുള്ള രീതിയിൽ അച്ഛൻ പ്രവർത്തിച്ചത് തന്നെ തീർച്ചയായിട്ടും സമൂഹത്തോട് അത്രയും കമ്മിറ്റ്മെൻ്റ് ഉള്ളതുകൊണ്ട് തന്നെയാണ്. അത് അവരെന്താണോ മനസ്സിൽ കരുതിയിരുന്നത് ആ ലക്ഷ്യം നടന്നിട്ടില്ല. അച്ഛൻ കണ്ടിന്യൂ ചെയ്യുകയാണ് ഈ ഒരു സോഷ്യൽ സർവീസ് രംഗത്തുള്ള അച്ഛൻ്റെ പ്രവർത്തനം. അതെന്നും അങ്ങനെ തന്നെയായിരിക്കും. തീർച്ചയായിട്ടും കുറച്ചുകൂടി തിരക്കുള്ള ഒരു അച്ഛനായിരിക്കും. അതെ, എല്ലാവർക്കും സന്തോഷമാണ്. എല്ലാവർക്കും സന്തോഷമാണ്. നമസ്കാരം. ഉന്മൂലന രാഷ്ട്രീയത്തിന്റെ വക്താക്കളായ രാഷ്ട്രീയ എതിരാളികളെ അരിഞ്ഞു തള്ളുന്ന CPM സംസ്കാരത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് സദാനന്ദൻ മാസ്റ്റർ. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി മോദി രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുത്ത സദാനന്ദൻ മാസ്റ്ററുടെ ചരിത്രം അതീവ ദയനീയമാണ്. അതുപോലെ തന്നെ രോമാഞ്ചം കൊള്ളിക്കുന്നത് തന്നെയാണ്. തന്റെ രണ്ട് കാലുകളും CPM-ൽ നിന്ന് വിട്ടുപോന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ, RSS-ൽ ചേർന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ വെട്ടിയരിഞ്ഞ് തള്ളിയ CPM-നോട് പ്രതികാര നടപടി എന്നോണം തന്നെയാണ് ഫിനിക്സ് പക്ഷിയെ പോലെ സ്വന്തം ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് സദാനന്ദൻ മാസ്റ്റർ വീണ്ടും സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി തന്നെ സാമൂഹ്യ സേവനത്തിൽ നിലകൊള്ളുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. 30 വർഷങ്ങൾക്ക് മുൻപ് CPM എന്ന മാതൃസംഘടന വിട്ട് RSS-ലേക്ക് വന്നതോടുകൂടി സദാനന്ദൻ മാസ്റ്റർ CPM-കാരുടെ കണ്ണിലെ കരടായി മാറുന്നു, വർഗശത്രുവായി മാറുന്നു. കഴിഞ്ഞ ദിവസം വരെ തങ്ങളോട് തോൾ ചേർന്ന് നടന്നിരുന്ന സദാനന്ദൻ മാസ്റ്റർ രണ്ട് കാലുകളുമാണ് CPM കാവാലികർ വെട്ടിയരിഞ്ഞ് തള്ളിയത്. കണ്ണൂരിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകമായ വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതകം, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിയായി കേസ് എടുത്ത വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതകം മുതൽ TP ചന്ദ്രശേഖരൻ, അങ്ങനെ നിരവധി രക്തസാക്ഷികളെ ഉണ്ടാക്കിയ CPM-ന്റെ ഇന്നും ജീവിക്കുന്ന രക്തസാക്ഷിയാണ് സദാനന്ദൻ മാസ്റ്റർ. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യസഭയിലേക്ക് രാജ്യസേവനത്തിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട സദാനന്ദൻ മാസ്റ്ററുടെ ജീവിതം ഐതിഹാസികമായ ഒരു കഥ തന്നെയാണ് വിളിച്ചോതുന്നത്. ഏത് തരത്തിൽ തന്നെ ശാരീരികമായി പീഡിപ്പിച്ച് വെട്ടിയെറിഞ്ഞ് മാറ്റിയിട്ടാലും വർദ്ധിച്ച സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി താൻ തന്റെ ജനത്തിന് വേണ്ടി ജനസേവനം ചെയ്യും എന്ന് തന്നെയാണ് സദാനന്ദൻ മാസ്റ്റർ തന്റെ ജീവിതത്തിലൂടെ തെളിയിച്ചിരിക്കുന്നത്. സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭാ അംഗമായി തെരഞ്ഞെടുത്തതിന്റെ സന്തോഷക സൂചകമായി മകൾ യമുന ഭാരതി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ധൈര്യമുള്ള ആളാണ്, തന്റെ അച്ഛൻ തന്നെയാണ് താൻ കണ്ടതിൽ ഏറ്റവും ആത്മവിശ്വാസമുള്ള ആൾ എന്നാണ് യമുന ഭാരതി ഒരു മാധ്യമത്തിനോട് വെളിപ്പെടുത്തിയത്. അച്ഛന്റെ ജീവിതം തീർന്നു എന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികൾ തീർത്തു എന്ന് തുടങ്ങിയ സ്ഥലത്താണ് അച്ഛൻ അവിടെ നിന്നും ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ഫിനിക്സ് പക്ഷിയെ പോലെ അദ്ദേഹം തന്റെ രാഷ്ട്രീയ ജീവിതത്തിലും പൊതുജീവിതത്തിലും വ്യക്തിജീവിതത്തിലും ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. കാൽ ഇല്ലെങ്കിലും എങ്ങനെയാണ് പൊതുസമൂഹത്തിൽ നടന്ന് പ്രവർത്തിക്കേണ്ടത് എന്നാണ് സദാനന്ദൻ മാസ്റ്ററുടെ ജീവിതം ഓരോരോ കേരളീയനും പാഠമാകുന്നത്. പിണറായി വിജയനും സഖാക്കളും വെട്ടിയെറിഞ്ഞ് തള്ളാൻ ശ്രമിച്ചിട്ടും ഇന്നും രാഷ്ട്രീയ മണ്ഡലത്തിൽ വർദ്ധിച്ച ശോഭയോടുകൂടി തന്നെയാണ് സദാനന്ദൻ മാസ്റ്റർ നിൽക്കുന്നത് എന്നോർക്കുമ്പോൾ ഇനിയും കൊലപാതക രാഷ്ട്രീയത്തിന് അരിഞ്ഞു തള്ളാൻ സാധിക്കാത്ത ജീവിക്കുന്ന രക്തസാക്ഷിയായി സദാനന്ദൻ മാസ്റ്റർ ഇപ്പോൾ രാജ്യസഭയിൽ എത്തിയിരിക്കുന്നു. സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിൽ എത്തിയതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ മകളോട് ഒരു മാധ്യമം ചില ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. എന്തു തോന്നുന്നു അച്ഛൻ ഇപ്പോൾ രാജ്യസഭയിൽ എത്തിയപ്പോൾ എന്ന് ചോദിച്ചപ്പോൾ തികഞ്ഞ സന്തോഷം മാത്രമാണ്. ആത്മവിശ്വാസത്തിനും ധൈര്യത്തിനും കിട്ടിയ പ്രതിഫലം തന്നെയാണ് അച്ഛനെ ഇപ്പോൾ രാജ്യസഭാംഗമായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. തീർച്ചയായും അച്ഛൻ ഇനിയും ജനസേവനം ചെയ്യും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ്. മകൾ യമുന ഭാരതി സദാനന്ദൻ മാസ്റ്റർക്ക് രാജ്യസഭാംഗത്തെ ലഭിച്ചതിനെ തുടർന്ന് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഒരുപാട് സന്തോഷം, അതിലേറെ അഭിമാനമുള്ളൊരു നിമിഷമാണ് നമുക്കെല്ലാവർക്കും. നമ്മുടെ ഫാമിലിക്ക് മാത്രമല്ല, അച്ഛനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ആദർശത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരുപാട് ആയിരക്കണക്കിന് വരുന്ന നമ്മുടെ സഹോദരന്മാരും സഹോദരികളും എല്ലാവരും ഒരുപോലെ അഭിമാനത്തോടെ ഈ ഒരു നിമിഷത്തെ സ്വീകരിക്കുന്നു എന്ന് കാണുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും വളരെയധികം അഭിമാനകരമായിട്ടുള്ളൊരു നിമിഷം തന്നെയാണ് ഇത്. അറിഞ്ഞപ്പോൾ അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, സംസാരിച്ചിരുന്നു. ഇന്ന് രാവിലെ 2 ദിവസം മുന്നേ ചെറിയൊരു സൂചന ലഭിച്ചിരുന്നു. പക്ഷെ എന്താണ്, 2 ദിവസം മുന്നേ പ്രധാനമന്ത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു അച്ഛനെ. അപ്പോൾ ഇതുപോലൊരു ദൗത്യം ഏൽപ്പിക്കുകയാണ് എന്ന് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ അത് എന്താണെന്ന് പറഞ്ഞില്ല, അത് രഹസ്യമാക്കി വെച്ചാൽ മതി എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെയാണ് അത് കൺഫർമേഷനായിട്ട് എന്താണ് ആ ഒരു ഡ്യൂട്ടി എന്നുള്ള കാര്യം അറിഞ്ഞത്. അപ്പോൾ അറിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു.
30 വർഷങ്ങൾക്ക് ശേഷം ദേശീയതയുടെ ആശയം ഒരുപക്ഷെ അതിലടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ആ ദേശീയതയുടെ ആശയം ഒന്നും കൂടി പ്രചരിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്ങനെയാണ് യമുന ഒരുപക്ഷെ സാമൂഹ്യ പ്രവർത്തകയൊക്കെയാണ്, എങ്ങനെയാണ് ഈ ആശയത്തെ ഉൾക്കൊള്ളുന്നത്, എങ്ങനെയാണ് യമുന ഇതുമായി മുന്നോട്ട് പോകുന്നത്? തീർച്ചയായിട്ടും എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ കണ്ടു വളർന്നതാണ് ഈ ഒരു ആദർശവും കാര്യങ്ങളൊക്കെ. അച്ഛൻ ഏത് രീതിയിലാണ് ഇതുപോലെ സാമൂഹ്യ സേവന രംഗത്ത് നിലകൊള്ളുന്നതെന്നും അതേപോലെ തന്നെ ഈ ഒരു ആദർശത്തിന് വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ മേഖലകളിൽ അച്ഛൻ പ്രവർത്തിച്ചു വരുന്നുണ്ടെന്നുള്ളത് ഓർമ്മ വെച്ച നാൾ മുതലേ ഞാൻ കാണുന്നതാണ്. തീർച്ചയായിട്ടും വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ അത്രയും വരുന്ന സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും ഒക്കെ ഒരു പിന്തുണ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും നാൾ എങ്ങനെയാണോ അച്ഛൻ പ്രവർത്തിച്ചു വന്നത് അതേപോലെ തന്നെ കുറച്ചും കൂടെ നല്ല രീതിയിൽ അല്ലെങ്കിൽ മെച്ചപ്പെട്ട രീതിയിലാണെങ്കിലും സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് നമ്മളെല്ലാവരുടെയും വിശ്വാസം. ഈ 30 വർഷങ്ങൾക്ക് മുമ്പ് ഇടതുപക്ഷം ഒരുപക്ഷെ ഒരു വെട്ടിക്കളഞ്ഞുകൊണ്ട് ഒരുപക്ഷെ ഇല്ലാതാക്കപ്പെട്ടൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ആ ആശയത്തെ എതിർക്കാനുള്ള ശക്തിയും കൂടിയല്ലേ ഈ ഒരു ഘട്ടം എന്ന് പറയുമ്പോൾ? ഒരു ശക്തി ഉണ്ടായിരുന്നു, പക്ഷെ അതിനുപരി കൂടുതൽ ഒരു ഊർജ്ജം നൽകുന്നതല്ലേ? തീർച്ചയായിട്ടും അവർ അന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ ഫിസിക്കലി ഒരാളെ അറ്റാക്ക് ചെയ്യുന്നതിലൂടെ ഒരു പക്ഷേ അതുവരെ ആ വ്യക്തി എന്താണോ മീൻസ് സമൂഹത്തിന് കൊടുത്തുകൊണ്ടിരുന്ന സന്ദേശം അത് അതോടുകൂടെ പ്പെടും എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കും അവരങ്ങനെ ചെയ്തത്. പക്ഷേ അതുകൊണ്ട് അച്ഛൻ തളർന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസമുള്ള ധൈര്യമുള്ളൊരു വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെൻ്റെ അച്ഛൻ തന്നെയാണ്. കാരണം ഏതൊരു മനുഷ്യനും തളർന്നു പോകാവുന്ന ഒരു സാഹചര്യത്തിൽ അത് ഒട്ടും തളരാതെ ഉയർത്തെഴുന്നേറ്റ് പിടിച്ചു നിന്ന് എന്താണോ താൻ അത്രയും നാൾ കൊണ്ടു നടന്ന ആദർശം അത് തന്നെ ഇനിയും കൊണ്ടുപോകും, അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി എന്താണോ തനിക്ക് ചെയ്യാനുള്ളത് അതിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയില്ലാതെ ഈ ഫിസിക്കലി ഉള്ള ഒരു പ്രശ്നങ്ങളൊന്നും അതൊരു എന്താ പറയുക തൃണവൽഗണിച്ചുകൊണ്ട് തന്നെ പറയാം, അങ്ങനെ കൺസിഡർ ചെയ്തുകൊണ്ട് തുടരും എന്നുള്ള രീതിയിൽ അച്ഛൻ പ്രവർത്തിച്ചത് തന്നെ തീർച്ചയായിട്ടും സമൂഹത്തോട് അത്രയും കമ്മിറ്റ്മെൻ്റ് ഉള്ളതുകൊണ്ട് തന്നെയാണ്. അത് അവരെന്താണോ മനസ്സിൽ കരുതിയിരുന്നത് ആ ലക്ഷ്യം നടന്നിട്ടില്ല. അച്ഛൻ കണ്ടിന്യൂ ചെയ്യുകയാണ് ഈ ഒരു സോഷ്യൽ സർവീസ് രംഗത്തുള്ള അച്ഛൻ്റെ പ്രവർത്തനം. അതെന്നും അങ്ങനെ തന്നെയായിരിക്കും. തീർച്ചയായിട്ടും കുറച്ചുകൂടി തിരക്കുള്ള ഒരു അച്ഛനായിരിക്കും. അതെ, എല്ലാവർക്കും സന്തോഷമാണ്. എല്ലാവർക്കും സന്തോഷമാണ്.